അശോക് കർത്ത സാർ നമസ്കാരം. നമ്മുടെ നമസ്കാരം. പാരീസ് ഒളിമ്പിക്സിന് തുടക്കമായിരിക്കുകയാണ്. ഈ പാരീസിലേക്ക് ഒളിമ്പിക്സ് വരുമ്പോൾ വലിയ രീതിയിലുള്ള വിവാദങ്ങളും അതിന്റെ കൂടെ കത്തിപ്പടരുകയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്തരത്തിലൊരു വിവാദമാണ് നമ്മൾ ഇന്ന് ചർച്ചയ്ക്കായിട്ട് എടുത്തിരിക്കുന്നത്. ഹിജാബ് വിവാദം. നമുക്കറിയാം എല്ലായിടത്തും ഈ ഹിജാബ് വിവാദം ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം എന്ന് പറയുന്നത്. ഹിജാബ് എന്ന് പറയുന്ന ആ ഒരു ശിരോവസ്ത്രം അത് പല സ്ഥലങ്ങളിലും സ്ത്രീകൾക്ക് അനുവദിക്കുന്നില്ല. പല സാഹചര്യങ്ങൾ, അതിന് പല കോണ്ടക്സ്റ്റുകളുണ്ട്. ചില ആൾക്കാർ പറയുന്നത് മതവുമായി ബന്ധപ്പെട്ട കാര്യമാണ്, അതുകൊണ്ട് പൊതുസ്ഥലത്ത് ഇത് അനുവദിക്കാൻ പറ്റില്ല എന്നാണ്. യൂറോപ്പ് പൊതുവെ സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാട് ഇതാണ് എന്ന് ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിൽ പാരീസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ഈ ശിരോവസ്ത്രം അത് പാരീസ് ഒളിമ്പിക്സിൽ വേണ്ട എന്നാണ്. അതായത് കാഴ്ചക്കാരുടെയും കാണികളുടെയും ഒന്നുമല്ല, പങ്കെടുക്കാൻ വരുന്ന അത്ലറ്റുകൾ ശിരോവസ്ത്രം ഒഴിവാക്കണം എന്നാണ് പാരീസ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം പാരീസ് ശക്തമായ നിലപാട് ഇസ്ലാമിനും ഇസ്ലാമിക തീവ്രവാദത്തിനുമെതിരെ എടുത്ത ഒരു രാജ്യമാണ്. പലപ്പോഴും ഇസ്ലാമിക തീവ്രവാദത്തിന്റെ വലിയ രീതിയിലുള്ള ആ ഒരു ചൂട് അറിഞ്ഞിട്ടുള്ള ഒരു രാജ്യം കൂടെയാണ് പാരീസ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസവും ഒരു ആക്രമണം ഉണ്ടായി. അത് തീവ്രവാദ ആക്രമണമാണോ എന്ന് കൺഫേം ആയിട്ടില്ലെങ്കിലും അത്തരത്തിലൊരു ആക്രമണം കഴിഞ്ഞ ദിവസവും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഈ പാരീസിന്റെ ഈ നടപടിയെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? രണ്ടാമത് വേറൊരു ചോദ്യം കൂടെ ഉണ്ട്. അതായത് നമ്മുടെ ഖത്തർ ലോകകപ്പിൽ ഖത്തർ ഇതുപോലെ പല കാര്യങ്ങൾക്കും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഖത്തറിൽ നടന്ന ഫുട്ബോൾ ലോകകപ്പിൽ ഖത്തർ പല കാര്യങ്ങൾക്കും വിലക്ക് ഏർപ്പെടുത്തിയപ്പോൾ, അതായത് LGBT കമ്മ്യൂണിറ്റി, ആ കമ്മ്യൂണിറ്റിയോട് ഖത്തറിനുള്ള ആ ഒരു അവമതിപ്പ് അതിൽ തുറന്നു കാട്ടുന്ന രീതിയിലുള്ള ഒരു വേൾഡ് കപ്പ് ആയിരുന്നു അപ്പം നടന്നിരുന്നത്. രണ്ടാമത്തെ കാര്യം, കുടിയേറ്റ തൊഴിലാളികളെ ഖത്തർ അപമാനിച്ചു എന്ന് പറഞ്ഞൊരു വിവാദം വന്നിട്ടുണ്ട്. മൂന്നാമത്തെ പ്രശ്നം, യൂറോപ്പിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് മദ്യം ഈ രാജ്യത്ത് അനുവദിക്കാൻ പാടില്ല, പറ്റില്ല എന്ന് ഖത്തർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഖത്തർ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ പല ആൾക്കാരും പറഞ്ഞിരുന്നത് ആ രാജ്യത്തെ നിയമങ്ങൾ പാലിക്കണമെന്നാണ്. എന്നാൽ ഈ സമയത്ത് ഫ്രാൻസ് ഇക്കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ഇതേ ആൾക്കാർ തന്നെ പറയുന്നു നിങ്ങളുടെ നിയമങ്ങൾ അനുസരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടെന്നാണ്. ഇത് രണ്ടിനെയും സാർ എങ്ങനെ നോക്കിക്കാണും? ആദ്യമായിട്ട് ഈ മുസ്ലിം തീവ്രവാദത്തിനെതിരെ ഉം. ശക്തമായ നിലപാട് ഫ്രഞ്ച് സർക്കാർ സ്വീകരിച്ചു എന്ന് പറയുന്നതിന് മുമ്പുണ്ടായിട്ടുള്ള കാർട്ടൂണിസ്റ്റിന്റെ കൊലയും പിന്നെ അതെ അതെ. പ്രതികളെ ഫ്രഞ്ച് പോലീസ് നിർദ്ദയം വെടിവെച്ച് വീഴ്ത്തുകയൊക്കെ ചെയ്ത ഒരു ഉം. ഇവന്റ് അല്ലെങ്കിൽ ആ ഒരു വഴിത്തിരിവിൽ തൊട്ടാണ് ഇത് വളരെ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷെ പാരീസ് എല്ലാ കാലത്തും പ്രസിദ്ധമായിട്ടുള്ളത് അതിൻ്റെ ഈ ഏത് സംസ്കാരത്തെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന, ബ്രിട്ടീഷുകാരുടെ സംസ്കാരത്തെ ഒഴികെ, ബ്രിട്ടനെ അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ബ്രിട്ടന്റെ സംസ്കാരം ഒഴികെ ബാക്കിയുള്ള ലോകത്തുള്ള സംസ്കാരം, അല്ലെങ്കിൽ അതൊരു പാരീസ് എന്ന് പറയുന്നത് ലോക സാംസ്കാരിക കേന്ദ്രമായിട്ടാണ് അറിയപ്പെടുന്നത്. അവിടെ അതിൻ്റെ ഒരു മാറ്റം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു 25-30 വർഷത്തിനുള്ളിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം എന്ന് പറയുന്ന ഒരു ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട്. പറയാതിരിക്കാൻ നിർവാഹമില്ല. അവര് പലവിധ റെസ്ട്രിക്ഷൻസ് മതത്തിന്റെ പേരിൽ, മതത്തിനെതിരായിട്ട് അവര്, ഫ്രഞ്ച് സർക്കാർ എന്ന് പറയുന്നത് ഒരു മതേതര സർക്കാരാണ്. നമ്മളുടെ ഇന്ത്യയിൽ പറയുന്ന സെക്യുലറിസം അല്ല ഫ്രാൻസിന്റെ സെക്യുലറിസം. അതായത് ഭരണപരമായ കാര്യങ്ങളിൽ മതത്തിന് യാതൊരു വിധമായ സ്വാധീനവും അല്ലെങ്കിൽ സ്വാധീനം നടത്താനുള്ള പറ്റാത്ത വിധത്തിലുള്ളൊരു ഭരണക്രമമാണ് ഫ്രഞ്ച് സർക്കാരിൻ്റേത്. ഇപ്പം അവര് ആ തീരുമാനം, അതായത് ഒരു ഗവൺമെന്റിന് ആ സ്ഥലത്തുള്ള എന്താണ് അവർക്ക് അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള അവകാശമുണ്ട്. ഹിജാബ് വേണ്ട എന്ന് ഫ്രഞ്ച് സർക്കാരും ഒളിമ്പിക് കമ്മിറ്റിയും കൂടെ തീരുമാനിക്കുകയാണെങ്കിൽ വേണ്ട എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. അതിന് കൂടുതൽ ഇന്റർപ്രിട്ടേഷൻ, അലങ്കാരങ്ങളും മറ്റു കാര്യങ്ങളും ഒന്നും ചേർത്തിട്ട് കാര്യമില്ല. ഇതിനെ കൂടുതൽ വിപുലീകരിച്ച് മതത്തിലേക്ക് തിരിച്ചു വെക്കുക എന്ന് പറയുകയാണെങ്കിൽ പോലും അതിൻ്റെ തൽപരകക്ഷികൾ ചെയ്യുന്ന എതിർക്കുകയും അനുകൂലിക്കുകയും ചെയ്യുന്നവർ
അതാത് താല്പര്യങ്ങൾക്കനുസരിച്ചിട്ട് അതിനെ ചിത്രീകരിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അതെ സാർ, അതാത് ഇതിനെ താല്പര്യങ്ങൾക്കനുസരിച്ച് അവർ ചിത്രീകരിക്കുന്നു എന്ന് പറയുമ്പോഴും ഇതിന് സത്യത്തിന്റെ ഒരു വശമുണ്ടല്ലോ. ഇപ്പൊ ഹിജാബ് ഉണ്ട്. വേണ്ട എന്ന് പാരീസ് സർക്കാർ പറയുമ്പോൾ ആ പാരീസ് ആ സർക്കാരിനെ അനുകൂലിക്കുന്ന ആൾക്കാർക്ക് അവരുടേതായിട്ടുള്ള താല്പര്യങ്ങളുണ്ടെന്ന് സാറ് പറയും. അതിനെ ഉണ്ട്. എതിർക്കുന്ന ആ ആൾക്കാർക്കും അതിന്റെ അവരുടേതായിട്ടുള്ള നിക്ഷിപ്തമായിട്ടുള്ള താല്പര്യം. ഞാൻ ചോദിക്കുന്നത് ഒരു സത്യത്തിന്റെ വശമുണ്ട്. ഈ സത്യത്തിന്റെ വശം സത്- നമ്മൾ നിഷ്പക്ഷമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ ഇതിൽ എന്താണ് ഇതിന്റെ പാരീസ് നമുക്കറിയാം. ഇവിടെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതായത് ഇമാനുവൽ മാക്രോൺ ഫ്രാൻസിന്റെ ഭരണാധികാരിയായിട്ട് ചുമതലയേൽക്കുമ്പോൾ കേരളത്തിലടക്കം വലിയ ആഘോഷം നടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആ സമയത്ത് ട്രംപ് ആയിരുന്നു അമേരിക്കയുടെ പ്രസിഡന്റ്, ഇന്ത്യയിൽ നരേന്ദ്രമോദിയായിരുന്നു പ്രസിഡന്റ്. രണ്ട് സ്ഥലത്തും മുസ്ലിം വിരുദ്ധ ഭരണാധികാരികൾ ആയിരുന്നു എന്നായിരുന്നു അവരുടെ വാദം. അപ്പോൾ ഇമാനുവൽ മാക്രോൺ ഫ്രാൻസിന്റെ ഭരണാധികാരിയായിട്ട് ചുമതലയേൽക്കുമ്പോൾ ഇവിടെയുള്ള പല ആൾക്കാരും ആഘോഷിച്ചിട്ട് പറഞ്ഞത് ഇതാ, ഒരു ഇടതുപക്ഷ സർക്കാർ അല്ലെങ്കിൽ ഒരു ന്യൂനപക്ഷങ്ങളെ വലിയ രീതിയിൽ അഭയാർത്ഥികളെ ഉൾക്കൊള്ളുന്ന ഒരു സർക്കാർ ഇതാ ഫ്രാൻസിലേക്ക് വന്നിരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞ് ആഘോഷിച്ചത്. പക്ഷേ പിന്നീടുള്ള കാലം നമ്മൾ കണ്ട കാഴ്ച സാറിന് അറിയാവുന്നതാണ്. പാരീസിൽ അങ്ങിങ്ങ് ഭീകരാക്രമണങ്ങൾ ഉണ്ടായി. അതെ ഭീകരാക്രമണങ്ങൾ ട്രക്ക് കയറ്റി പാരീസിൽ വലിയ രീതിയിൽ ഭീകരാക്രമണം ഉണ്ടാകുന്നു. സാറ് പറഞ്ഞ പോലെ ആ കാർട്ടൂണിസ്റ്റിന്റെ പേര് ഞാൻ മറന്നുപോയി. അദ്ദേഹത്തെ സ്കൂളിലോ കോളേജിലോ എന്തോ ആണ് കയറി കഴുത്തറുത്ത് കൊല്ലുന്നത്. കഴുത്തറുത്ത് തല മുഴുവൻ എടുത്ത് കൊല്ലുകയാണ്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം വലിയ രീതിയിലുള്ള ഭീകരാക്രമണങ്ങൾ ഉണ്ടായി. നിക്കക്കള്ളി ഇല്ലാതായ ഒരു സാഹചര്യത്തിൽ ഇമാനുവൽ മാക്രോൺ തിരിച്ചടി തുടങ്ങുകയാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ചെയ്തിട്ടുള്ള ഒരു വാർത്തയായിരുന്നു കഴിഞ്ഞ തവണ. അതായത് അവിടെയുള്ള എന്താണ് മദ്രസകളാണെന്ന് തോന്നുന്നു, അവിടെയുള്ള ഈ മതപഠന കേന്ദ്രങ്ങളിൽ പോകുന്ന വിദ്യാർത്ഥികൾ എന്താണ് പഠിക്കുന്നത് എന്ന് പോലും പബ്ലിഷ് ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ അവിടെ ഇമാനുവൽ മാക്രോൺ കൊണ്ടുവരുന്നു. അത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇമാനുവൽ മാക്രോണിന് പോലും അത്തരത്തിലൊരു ഷിഫ്റ്റ് എടുക്കേണ്ടി വരികയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഫ്രാൻസ് ഇങ്ങനെ ചിന്തിക്കുന്നതിൽ നമുക്ക് തെറ്റു പറയാൻ സാധിക്കുക? കാരണം അഭയാർത്ഥികളെ അവർ സ്വീകരിച്ചത് തെറ്റായി പോയി എന്ന് പല ഘട്ടത്തിൽ പല ആൾക്കാരും പറയുന്ന ഒരു സാഹചര്യം കൂടെ മുൻനിർത്തിയാണ് ഞാൻ ഇത് പറയുന്നത്. ഈ സംസ്കാരത്തിന്റെ കളിത്തൊട്ടിലായ പാരീസ് അത് ഉൾക്കൊള്ളുന്ന രാഷ്ട്രമായ ഫ്രാൻസ്, ഫ്രഞ്ച് സർക്കാർ, നമുക്ക് അതിന്റെ എന്താണ് നേരിയ അനുഭവമുള്ള ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ. നമ്മുടെ ബയ്യഴി, പോണ്ടിച്ചേരി ഒക്കെ ഉം, ഫ്രഞ്ച് സർക്കാരിന്റെ അധീനതയിലായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഉം, സ്വാതന്ത്ര്യത്തിന്റെയും ഉയർന്ന സാംസ്കാരിക ബോധത്തിന്റെ ഒക്കെ തെളിവുകൾ നമ്മൾ എപ്പോഴും ആഘോഷിക്കുന്നതാണ്. അവർക്ക് ഉം, ഇത്തരം ഒരു ഇടപെടൽ, അത് ഏത് മതമാണെന്ന് പറഞ്ഞാലും അങ്ങനെ ഒരു ഇടപെടൽ അവരുടെ സാംസ്കാരിക തനിമയ്ക്കും അവരുടെ വ്യക്തിത്വത്തിനും അതീതമായിട്ട് വരുന്ന ഏത് നീക്കം ഉണ്ടായാലും ഫ്രഞ്ച് ജനത അതിനെ എതിർക്കും. നമ്മൾ എത്ര പുറത്തു ഉം, നിന്ന ആളുകളെ എത്ര പ്രേരിപ്പിച്ചാലും അവര് ഉം, ഈ ഫ്രഞ്ച് സർക്കാർ അഭയാർത്ഥികളെ സ്വീകരിച്ചത് മാനുഷികമായ ഒരു മൂല്യത്തിന്റെ പുറത്താണെന്നാണ് ആ, ഉം. എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അവര് തന്നെ അത് പറഞ്ഞിട്ടുള്ളത്, അവരും പറഞ്ഞിട്ടുള്ളത്. അവരാരും അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പിന്നീട് അത് ഉം, അപകടകരമായ രീതിയിൽ മുന്നോട്ട് പോയി അവിടെ. കാരണം അവരുടെ സ്വച്ഛന്ത ജീവിതത്തിന് ബാധിക്കത്തക്ക വിധത്തിൽ ആ, ആക്രമങ്ങളും വെടിവെപ്പുകളും ഒക്കെ നടക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അവരതിന് ഉം, കൂച്ചുവിലം കിട്ടും. അത് വളരെ ഉം, വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഉം, ഗവൺമെന്റിന് അതിനുള്ള നിശ്ചയദാർഢ്യമുണ്ട്, അവരത് ചെയ്തു എന്നേ നമുക്ക് പറയാനുള്ളൂ. പക്ഷേ ഉം, ഈ 1980-കൾക്ക് ശേഷം ലോകത്തിന്, 80-കൾ 90-കൾക്ക് ശേഷം, അതായത് ഉം, നമ്മളുടെ എന്താണ് ആഗോളീകരണത്തിന്റെ കാലത്തിന് ശേഷം ഉം, ലോകമെമ്പാടും വന്നിട്ടുള്ള ഒരു മാറ്റമുണ്ട്. അതുവരെ, അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം 1990-കൾ വരെയുള്ള കാലഘട്ടത്തില്, അല്ലെങ്കിൽ ഉം, 1930-കൾ തൊട്ട് 80-കൾ വരെ, 90-കൾ വരെയുള്ള കാലഘട്ടത്തില് ഉം, ഒരു ലോകം ത്തിന്റെ ഒരു തത്വം എന്ന് പറയുന്നത് ജ്യൂസ് വേഴ്സസ് ജെന്റിൽ എന്നായിരുന്നു. ഉം, അതായത് മാന്യന്മാർ, ജ്യൂസ് മാന്യന്മാരല്ല എന്നുള്ള ഒരു മട്ടിലാണ് ജ്യൂസിനെ അല്ലെങ്കിൽ ജെന്റിൽമാനെ എതിർക്കുന്ന ജ്യൂസ് എന്ന് പറയുന്ന ജൂതന്മാർ എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിൽ കൂടിയാണ് ലോകത്തിന്റെ ഒരു വേർതിരിവുണ്ടായിരുന്നത്. ഇപ്പോൾ അത് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പം എന്താണ് ഇസ്ലാമിസം വേഴ്സസ് ജെന്റിൽമാൻ എന്നൊരു തലത്തിലേക്കാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതാണിപ്പം നമ്മളിപ്പം കാണുന്നത്. ലോകത്തെമ്പാടുമുള്ള പല ഗവൺമെന്റുകളും റെസ്ട്രിക്റ്റ് ചെയ്യുന്നു. പക്ഷേ പല സർക്കാരുകൾക്കും, ഇപ്പം കമല ഹാരിസ് ആണെങ്കിൽ പല സർക്കാരുകൾക്കും
കൺഫ്യൂഷനിലാണ്. എന്ത് ചെയ്യണം, എന്ത് ചെയ്യാനൊക്കത്തില്ല. പക്ഷേ ഫ്രാൻസ് അക്കാര്യത്തിൽ അവരുടെ ശക്തമായ ഭരണാധികാര അല്ലെങ്കിൽ ഭരണപരമായ ഒരു തീരുമാനമെടുത്തതാണ് ഹിജാബ് നിരോധനം. അല്ലാതെ അവർക്ക് ഇസ്ലാം എന്ന് പറഞ്ഞ മതത്തിനോടോ മറ്റും എന്തെങ്കിലും എതിർപ്പുള്ളതായിട്ട് അറിയുന്നില്ല. പക്ഷേ അതിൻ്റെ ചിഹ്നങ്ങൾ രാഷ്ട്രത്തിനെതിരെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവർ അടങ്ങിയിരിക്കില്ല. അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവരെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ഏതാണ്ട് 26 കോടി ജനങ്ങളുള്ള ഇന്ത്യയില് അവർക്ക് ഇന്ത്യയിൽ ഇത്രയധികം ത്രെറ്റുകളില്ല. ഇന്ത്യയില് മുസ്ലിങ്ങൾക്ക് സമാധാനപൂർവ്വം ജീവിക്കാം എന്നുള്ള ഒരു സിറ്റുവേഷൻ നിലനിൽക്കുന്നത് ലോക രാഷ്ട്രങ്ങളെ പലരെ അമ്പരിപ്പിക്കുന്നുണ്ട്. പലവിധ അനൗപചാരിക പഠനങ്ങളിലും അതാണ് പറയുന്നത്. നമ്മളുടെ ബുദ്ധിജീവികളൊക്കെ പല വിധത്തിൽ അതിനെ വേറെ കാര്യങ്ങളൊക്കെ വ്യാഖ്യാനിക്കുമ്പോൾ പോലും ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കൊരു എന്താണ് സഹവർത്തിത്വത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്നു. ഇപ്പൊ ഇറ്റലി ആണെങ്കിലും ഗ്രീസ് ആണെങ്കിലും അതിന്റെ രാഷ്ട്രീയ നേതൃത്വം ഉറ്റുനോക്കുന്നത് ഇന്ത്യയിലേക്ക് ഉറ്റുനോക്കുന്നത് ഈ സഹവർത്തിത്വം എങ്ങനെ സാധിച്ചെടുക്കുന്നു എന്നുള്ളതാണ്. ഈ സഹവർത്തിത്വം അഡോപ്റ്റ് ചെയ്യേണ്ട ഒരു ഘട്ടത്തിലേക്ക് ലോകം മുഴുവൻ മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇക്കാര്യത്തില് ഹിജാബ് വേണ്ട എന്നവർ പറഞ്ഞാൽ ഹിജാബ് വേണ്ട. ഇവിടെ ഇന്ത്യയില് ഹിജാബ് വേണ്ട എന്ന് ഏതെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്കത് സുപ്രീം കോടതി വരെ പോയി അതിനെപ്പറ്റി അതിന്റെ വിവിധമായ വശങ്ങൾ അന്വേഷിക്കാം. അതിനെ മതം വെച്ചും നിയമം വെച്ചും മറ്റും അന്വേഷിക്കാം. പക്ഷേ ഫ്രാൻസിലെ ഇപ്പൊ ഒരു മധ്യ ഇടതുപക്ഷ ഗവൺമെന്റ് ആണ്. അവർക്ക് അവരത് ശക്തമായിട്ട് പറയുന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായ റീസൺസ് ഉണ്ടാവും, ഇല്ലേ? അപ്പൊ ഞാൻ രണ്ടാമത്തെ പോയിന്റിലോട്ട് കൂടെ ഒന്ന് വരികയാണ്. അതായത് ഈ ഖത്തറിൽ ലോകകപ്പ് നടന്നല്ലോ, നമ്മുടെ ഫുട്ബോൾ ലോകകപ്പ് നടന്നപ്പോ ഖത്തർ പല കാര്യങ്ങളിലും റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നില്ല. നമ്മൾ അതെല്ലാം കണ്ടതാണ്. വലിയ രീതിയിലുള്ള വിവാദമായിരുന്നു. ഒരു വേള ഫിഫയുടെ പ്രസിഡന്റിനോട് തന്നെ നാട്ടുകാരും വലിയ സോഷ്യൽ മീഡിയയും ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് നിങ്ങൾ എന്തുകൊണ്ട് ഖത്തർ തെരഞ്ഞെടുത്തു, ഇപ്പോൾ ഖത്തർ തെരഞ്ഞെടുത്തതിൽ നിങ്ങൾക്ക് ദുഃഖം തോന്നുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. കാരണം ഖത്തറിന്റെ കുടിയേറ്റ തൊഴിലാളികളോടുള്ള സമീപനം, ഖത്തറിന്റെ സ്ത്രീകളോടുള്ള സമീപനം, ഖത്തറിന്റെ മദ്യത്തോടുള്ള സമീപനം, പിന്നെ ഫുട്ബോളിൻ ഒരു സംസ്കാരം, ഫുട്ബോൾ സംസ്കാരം ഖത്തർ എന്ന് പറഞ്ഞ മണ്ണിന് തീരെ തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരു സാധനമാണ്. അങ്ങനെയൊക്കെ ഉണ്ട്. ഖത്തറിന്റെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖത്തറിന്റെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഖത്തർ GCC രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് നിന്ന് വിലക്കിയ രാജ്യമാണ്. കാരണം ഭീകരവാദം, ഖത്തറിന്റെ ഭീകരവാദം, ആ ഒരു ഇമേജ് മാറ്റിയെടുക്കുക എന്നുള്ളതായിരുന്നു ഖത്തറിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അതിൽ അവർ വിജയിക്കുകയും ചെയ്തു. അപ്പോൾ ആ സമയത്ത് ഖത്തർ നൽകിയ വിലക്കുകളെല്ലാം തൊണ്ട തൊടാതെ വിഴുങ്ങിയ കുറെ ആൾക്കാരുണ്ടായിരുന്നു. അവരിപ്പോ പറയുന്നത് ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യം പറയുന്ന ഈ കാര്യം അംഗീകരിക്കാൻ സാധിക്കില്ല എന്നാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു മാധ്യമമാണ് നമുക്കറിയാം അൽ ജസീറ എന്ന് പറഞ്ഞ്, ഇസ്ലാമിക പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ജിഹു ആയിട്ടുള്ള മാധ്യമമാണ് അൽ ജസീറ. അൽ ജസീറ അടക്കം ഇപ്പൊ ഫ്രാൻസിനെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. സാർ ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, ഇവരുടെ ഒരു ഇരട്ടത്താപ്പിനെ? ഖത്തറിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഖത്തർ മതരാഷ്ട്രമാണ്. അടിസ്ഥാനപരമായിട്ടും അതൊരു മതരാഷ്ട്രമാണ്. അവര് മത നിയമങ്ങളിൽ നിന്നുകൊണ്ടാണ് അവിടെ ഫത്വകൾ ഇറക്കുന്നതും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതും. പിന്നെ അവര് എന്താണ് പൊതുധാരയിലേക്ക് വരാൻ വേണ്ടി ഫുട്ബോൾ നടത്തി എന്ന് ഒന്നും എനിക്ക് ഇതിനകത്തുള്ള വലിയൊരു വൈദ്യാത്മികത എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നത് പല ആൾക്കാരും നമ്മൾ ഈ ഖത്തറിനെ കുറിച്ചും പല ആൾക്കാരും ഇന്ത്യയെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ പല ആൾക്കാരും വളരെ ഈസി ആയിട്ട് പറഞ്ഞു പോകുന്ന ഒരു കാര്യമാണ്, ഖത്തർ ഒരു മതരാഷ്ട്രമാണ്, അല്ലെങ്കിൽ സൗദി ഒരു മതരാഷ്ട്രമാണ്, ഇതൊക്കെ അവിടെ അങ്ങനെയൊക്കെ തന്നെ നടക്കും എന്ന് പറയുന്ന ഒരു കാര്യം. എന്നാൽ ഇന്ത്യയിൽ ഇതേ കാര്യങ്ങൾ ഇവിടെ ഇരുന്ന് അനുവർത്തിക്കുന്ന ആൾക്കാർ, ഇന്ത്യയിൽ ഇതേ കാര്യങ്ങൾ ഇവിടെ ഇരുന്ന് ചില മതമൗലികവാദികൾ ചെയ്യുന്നുണ്ട്. അവരോട് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഇത് ഇന്ത്യ ആയതുകൊണ്ട് ഞങ്ങൾ ഇവിടെ അത് നടപ്പിലാക്കുമെന്ന് പറയും. ഇതേ കാര്യങ്ങൾ അവിടെ നിങ്ങൾ നടപ്പിലാക്കാൻ സമ്മതിക്കാത്ത, അത് മതരാഷ്ട്രമാണ് അതുകൊണ്ട് അത് എനിക്ക് അങ്ങോട്ട് പൊരുത്തപ്പെടുന്നില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്ന ഒരു തുറന്ന സമീപനവും സഹവർത്തിത്വവും ഇക്കാര്യത്തില് അത് ഇസ്ലാം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എത്രയാണ് 700 വർഷത്തിന് മേലായിട്ട് പരിചയമുള്ള മതമാണ്. ഇസ്ലാം ഭരണാധികാരികൾ ഇന്ത്യയുടെ ചെറിയ ചെറിയ ഭാഗങ്ങൾ ഭരിച്ചിട്ടുണ്ട്. അപ്പം ഇസ്ലാമിനോട് ബംഗ്ലാദേശും ഒക്കെ പിരിഞ്ഞു പോവുകയും ചെയ്തു. അത് പോയി, അതല്ല ഞാൻ പറഞ്ഞു. ഞാൻ പൊതുവെ അന്നത്തെ ഒരു ഇന്ത്യയെ പറ്റി പറഞ്ഞതാണ്. അപ്പം അതിൻ്റെതായ ഒരു ഇക്വിലിബ്രിയം ഇന്ത്യൻ ജനതയ്ക്കുണ്ട്. ഇന്ത്യൻ ജനതയിലെ ഇന്ത്യൻ ജനത മൊത്തം അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്
മറ്റ് രാജ്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ എന്താണ് സൗദിയിൽ നിന്ന് വന്നതോ ഒന്നുമായ പേർഷ്യയിൽ നിന്ന് വന്നോ ആൾക്കാരല്ല. സൈറസ് എന്നൊക്കെ പറയുന്ന രാജാവിനെ ഓടിച്ചുവിട്ട് കഴിഞ്ഞപ്പോൾ ഇന്ത്യ അഭയം കൊടുത്തിട്ടുണ്ട്. അവരാണ് നമ്മുടെ പാഴ്സി വിഭാഗമായിട്ട് പിന്നീട് പരിണമിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വന്ന ഈ ഇക്വിലിബ്രിയം അവര് ഖത്തർ മതരാഷ്ട്രമാണെന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടല്ല. അവർക്ക് അവരുടെ ആ നിയമം എന്ന് പറയുന്ന സംഗതി അവരത് ചെയ്യുന്നു. ഇന്ത്യയില് ഇതേ വിഷയം വരുമ്പോൾ ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ വി ഓപ്പൺ എ ഡിസ്കഷൻ. അതാണ് അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. അവിടെ ഖത്തറില് നിങ്ങൾ അതിനെപ്പറ്റി ഒരു ഡിസ്കഷൻ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് തല കാണത്തില്ലായിരിക്കും. അതെ, ആ വ്യത്യാസം താങ്കൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇന്ത്യയിൽ അങ്ങനെയല്ല. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഞാനത് ചോദിക്കുന്നത് അവിടെ തല കാണില്ല എന്ന് സാറ് പറയുന്നത് വളരെ നിഷ്കളങ്കമായിട്ടാണ്. പക്ഷെ ചില ആൾക്കാർ അത് അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത്. അതായത് അവിടെ തല കാണില്ല, അതാണ് എന്താ പറയുന്നത്. അതൊരു മൈൻഡ് സെറ്റ് ആണ്. അല്ല, അവർക്ക് അത് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന ഒരു സാമൂഹ്യ സാഹചര്യം ഇന്ത്യയിലുണ്ട്. അതവർക്ക് ക്രമേണ മനസ്സിലാകത്തുള്ളൂ. അത് ആ സംഗതി, അതായത് നമ്മുടെ ഒരു പ്രശസ്തമായ സിനിമ എന്താണ് ഗൾഫ് രാജ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ നിർമ്മിച്ചിട്ട് അവിടെങ്ങും വെച്ച് ചിത്രീകരണം നടത്തിയിട്ടില്ല. ഉണ്ടോ? അതിനുള്ള ധൈര്യം അവർക്കുണ്ടായിട്ടില്ല. കാര്യമൊക്കെ നമ്മള് മലയാളികൾ ഇങ്ങനെ പല കാര്യങ്ങളും അതായത് കൂടുതൽ കാര്യങ്ങളും അവരിങ്ങനെ മാനസികമായിട്ട് സങ്കല്പിച്ച് ഭാവനയെ പറയുന്നതാണ് കൂടുതൽ കാര്യങ്ങളും. കാര്യത്തോടെടുക്കുമ്പോൾ ഈ വിധ സംഗതികളൊന്നും വരത്തില്ല. അങ്ങനെയാണ് നമ്മൾ കണ്ടത്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഈ എന്താണ് 2000-ന് ശേഷം, അതായത് ഇൻഫർമേഷൻ എക്സ്പ്ലോഷൻ വളരെ രൂക്ഷമായി കഴിഞ്ഞതിന് ശേഷം മാധ്യമങ്ങള് ഇതിനെ ഒരുപാട് ദുർവിനിയോഗം ചെയ്തിട്ടുണ്ട്. ഈ സ്പർദ്ധയെ വർദ്ധിപ്പിക്കാനും അല്ലെങ്കിൽ ഏതെങ്കിലും പലർക്കും അതിന്റെ ഫണ്ടിങ് കിട്ടിയിട്ടുണ്ട് ഇതിങ്ങനെ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ. ഈ മതത്തെ അനുകൂലിച്ചും മതത്തെ എതിർത്തും സംസാരിക്കുന്ന പല കക്ഷികൾക്കും ഫണ്ടിങ് ഉണ്ട്. കേരളത്തിലെ ഒന്ന് രണ്ട് പേരെ അക്കാര്യത്തിൽ അറിയാം. അതായത് ഏത് മതത്തെ ആണെങ്കിലും കാരണം ഇതിനെ ആ ലൈം ലൈറ്റില് അല്ലെങ്കിൽ ആളുകളുടെ ശ്രദ്ധയെ കൊണ്ട് നിർത്തിക്കൊടുക്കുക എന്ന് പറയുന്ന പണി ചെയ്യുന്നുണ്ട്. ചില മാധ്യമങ്ങൾ വളരെ വഷളായിട്ടും ഇക്കാര്യങ്ങള് ചെയ്യുന്നുണ്ട്. ഇതിന്റെ അകത്ത് ഇപ്പം പറഞ്ഞ ഹിജാബ് നിരോധനത്തിന്റെ അകത്ത് നമുക്ക് കട്ട് ആൻഡ് ഡ്രൈ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുക്കുക എന്ന് പറയുന്നത് അത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഫ്രഞ്ച് സർക്കാരിന്റെയും ഒളിമ്പിക് കമ്മിറ്റിയുടെയും ഭാഗത്താണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നടത്തുന്ന ഒരു ഇടപാടാണ്. ഇതുപോലെ തന്നെ ഖത്തറിന്റെ കാര്യത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാനില്ല. കാരണം ദേ ആർ ഇൻവെസ്റ്റിംഗ്. അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവർ ചെയ്യുന്നു. അവർക്ക് അവരുടെ മതഗ്രന്ഥം വിട്ടിട്ട് പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ല. അതനുസരിച്ചിട്ട് അവരതിൻ്റെ അകത്ത് നിൽക്കുന്നു. പക്ഷേ ഇപ്പൊ സൗദി അറേബ്യ മാറിയ മാറ്റങ്ങൾ സാറ് ഇപ്പൊ രാജ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഞാൻ ബേസിക് ആയിട്ടൊരു ചോദ്യം എന്നാൽ വളരെ ഇതായിട്ട് ചോദിക്കാം. സാർ ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ നമ്മളെല്ലാം, കാരണം ഇത്രയധികം മതരാഷ്ട്രങ്ങളുള്ളപ്പോൾ നമ്മളൊരു മതേതര രാഷ്ട്രമാണല്ലോ. അപ്പൊ സാർ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ, ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഒന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ സാറിന്റെ ഒരു ഒപ്പീനിയൻ എന്താണ്? ഹിജാബ് വേണമെന്നാണോ വേണ്ടതാണോ? ഹിജാബ് നിരോധനത്തിലോ? ഒളിമ്പിക്സിന്റെ അകത്ത് ഹിജാബ് വേണ്ട. കാരണം ഒളിമ്പിക്സില് അവരുടേതായ യൂണിഫോമും അവർ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഹിജാബ് ഇട്ടാണോ പ്രാക്ടീസ് ചെയ്യുന്നത്? അതെ, പ്രാക്ടീസ് ചെയ്യാൻ പറ്റും അങ്ങനെ. ഓക്കെ. അപ്പം അതിന്റെ ഒരു നേച്ചർ അനുസരിച്ചിട്ട് ഹിജാബ് അവിടെ സൗകര്യപ്രദമല്ല. അത് സയന്റിഫിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഫ്രഞ്ച് സർക്കാരിന്റെ നിലപാട് ശരിയുമാണ്. ഓക്കെ, താങ്ക് യു സാർ. ഹിജാബ് നിരോധനം ഇപ്പോൾ വലിയ രീതിയിൽ കത്തുകയാണ് ഫ്രാൻസിൽ. ഒളിമ്പിക്സിൽ ഹിജാബ് വേണ്ട എന്നുള്ള ഒരു വിഷയം വലിയ രീതിയിൽ തന്നെ അതിന്റെ അലയൊലികൾ ഇനിയും ഒരുപാട് ദിവസങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. കാരണം ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യം ഇസ്ലാമിന് നേരെ സ്വീകരിക്കുന്ന നിലപാടുകൾക്കെതിരെ കടുത്ത വിമർശനമാണ് പല രാജ്യങ്ങളും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് തുർക്കി അടക്കമുള്ള രാജ്യങ്ങൾ. അതിന്റെ കാരണം എനിക്ക് തോന്നുന്നത് ഫ്രാൻസിൽ ഉണ്ടാകുന്ന ഭീകരാക്രമണത്തെ അവർ കണ്ടില്ല എന്നടിക്കുകയും മറിച്ച് ഫ്രാൻസ് അതിനെ നേരെ എടുക്കുന്ന നടപടികളാണ് അവർ കാണുന്നതും അല്ലെ? ഭീകരാക്രമണത്തിന്റെ സോഴ്സ് ഇതുവരെ അവർ പുറത്തുവിട്ടിട്ടില്ല. അതിനിടയ്ക്ക് പാരിസ്ഥിതിക സംഘടനകളാണെന്നൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്.
പക്ഷേ ഉം. ഇത് അല്ല എന്നുള്ള ഉറപ്പുള്ള ആരെങ്കിലുമാണ് ഹിജാബ് വിവാദം കത്തിപ്പടർത്തുന്നതെങ്കിൽ അത് സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനും ഒക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ഇസ്ലാം ആൻഡ് ജെന്റിൽ എന്ന് പറഞ്ഞ ഒരു മേഖലയിലേക്ക് ലോകം വളരെ പെട്ടെന്ന് നീങ്ങിപ്പോകും. അതാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.